രാവിലെ പുലർച്ചെ 5 മണിയാകുമ്പോൾ ഞാനും സുഹൃത്തും എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് യാത്ര വീണ്ടും തുടർന്നു. രാവിലെ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ റോഡുകളെല്ലാം നല്ല വിശാലമായിരുന്നു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രഭാത സൂര്യൻ ഉദിച്ചു തുടങ്ങി. ചെറു കുശലം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. 2 മണിക്കൂറിന് ശേഷം ഞങ്ങൾ കോഴിക്കോട് എത്തി. ഞങ്ങളുടെ രാവിലത്തെ പ്രഭാത ഭക്ഷണം നൂൽപുട്ടായിരുന്നു. രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു. ശേഷം ചെലവിനുള്ള പൈസ എടുത്ത് ഒരു ഓട്ടോ പിടിച്ച് ഞാനും എന്റെ സുഹൃത്തും ബീച്ചിലെത്തി. ഉച്ച സമയമായതുകൊണ്ട് ബീച്ച് ഭയങ്കര വിശാലമായിരുന്നു. ധാരാളം ചെറുകട വ്യാപാരികളെ അവിടെ കാണാൻ പറ്റും. വൈകുന്നേരത്തിന്റെ കച്ചവടത്തിനായുള്ള ഒരുക്കത്തിലാണ് അവർ. ശേഷം ഞാൻ ആൾക്കാരുടെ മുന്നിൽ ഇത്തിരി ഷോ ഇട്ടു. അത് കാണാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. കടക്കാരൻ കാണാതെ ഒരു മാങ്ങ മോഷ്ടിച്ചു. അതിൽ നിന്നൊരു പങ്ക് എനിക്കും തന്നു. കൂട്ടുകാരൻ വേറൊരു സാധനം കൂടി മേടിച്ചു തന്നു. അതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ശേഷം ഞങ്ങൾ ആദമിന്റെ ചായക്കടയിലെത്തി. ഇവിടുത്തെ മെനു കാർഡ് വായിച്ചപ്പോൾ എന്റെ കണ്ണ് തള്ളിപ്പോയി. ഉള്ളിലോട്ട് കയറിയപ്പോൾ ഞാൻ ആകെ നെട്ടി. ധാരാളം പഴയ ഫോട്ടോകളും ധാരാളം കോഴിക്കോടിന്റെ ചരിത്രങ്ങളും ഇതിനകത്തന്നെയുണ്ട്. ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അടുത്തതായി ഞങ്ങൾ മിഠായി തെരുവിലോട്ടാണ് പോകാൻ പോകുന്നത്. മിഠായി തെരുവിൽ അന്യായ തിരക്കുണ്ടായിരുന്നു. കുറെ നേരം ചുറ്റിക്കറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മതിയായി. ചുറ്റിക്കറങ്ങി മതിയായപ്പോൾ ഞാനും സുഹൃത്തും തിരിച്ചു പോകാൻ തീരുമാനിച്ചു. സുഹൃത്ത് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ശേഷം ഞങ്ങൾ പാലക്കാട് എത്തി. പേ പാർക്കിൽ നിർത്തിയ വണ്ടി എടുക്കാൻ കിട്ടാതെ കഷ്ടപ്പെടുകയാണ് എന്റെ സുഹൃത്ത്. വയറിന് തീരെ സുഖമില്ലാത്തതുകൊണ്ട് ഞാനും സുഹൃത്തും ഒരു മസാല സോഡ പാസാക്കി. അവസാനം ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെത്തി.